ഹബീബിങ്ങളെ, സ്വന്തം മക്കൾ നന്നായി കാണാൻ ആഗ്രഹമില്ലാത്ത ഒരു രക്ഷിതാവ് ഈ ദുനിയാവിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് തൻ്റെ ഇണ, ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, അവർ ദീനിൽ അടിയുറച്ച് നിൽക്കാനും നിസ്കാരവും മറ്റു ഇബാദത്തുകളും അധികരിപ്പിച്ച് കാണാനും ആഗ്രഹമില്ലാത്ത ഒരു ഭാര്യയോ ഭർത്താവോ ഉണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു ദുആ ഉണ്ട്. സൂറത്ത് ഫുർഖാനിലെ 74-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു തആല പറയുന്നു, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്താണ് ഈ ആയത്തിന്റെ, ഈ ദുആന്റെ അർത്ഥം നിങ്ങൾക്കറിയോ? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്നിൻ, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് അവരെ നീ ഇമാമാക്കുകയും ചെയ്യണമേ എന്നാണ്. ഈ ദുആ നിങ്ങൾ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കുക. അതുപോലെ തന്നെ എപ്പോൾ ദുആർക്കാണെങ്കിലും ഇതുകൂടി ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഭാര്യമാരിൽ നിന്നും ഭർത്താക്കന്മാരിൽ നിന്നും മക്കളിൽ നിന്നും നമുക്ക് കൺകുളിർമ നൽകുകയും അവരെ സ്വാലിഹാക്കി തീർക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വിവാഹപ്രായം എത്തിയ ആളുകൾ ഈ ദുആ പതിവാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിവാഹം ശരിയാവുകയും സ്വാലിഹായ ഇണയെ തന്നെ അല്ലാഹു തആല അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ ഭർത്താക്കന്മാരെയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.